ശ്രീ കെ പി ഔസേഫ്, റെസ്റ്റോറന്റ് ഉടമ, ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ. ശ്രീ ഔസേഫ്, ഇതിപ്പോൾ ഈ ദൃശ്യങ്ങൾ താങ്കളുടെ ഡ്രൈവർക്കും താങ്കളുടെ മാനേജർക്കും മർദ്ദനമേൽക്കുന്നതിന്റെ SI മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അങ്ങേക്കിത് ഓഗസ്റ്റ് 14 കിട്ടിയതാണ് ദൃശ്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും. വിവരാവകാശ അപ്പീലിലാണ് ദൃശ്യങ്ങൾ കിട്ടിയത്. അപ്പോൾ സുജിത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണോ അത് പുറത്തുവിടാനുള്ള ധൈര്യം കിട്ടിയത്? മാഡം, ഇത് നിയമപരമായിട്ട് എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ പോലീസിന്റെ അന്വേഷണത്തിന് തൃപ്തിയല്ലാത്തതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയില് ഒരു ഒരു ഹർജി ഫയൽ ചെയ്തു. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തികരമല്ലായിരുന്നു. ആദ്യം പീച്ചി പോലീസിന്റെ ഈ അട്രോസിറ്റി അന്വേഷിച്ചത് മണ്ണുത്തി പോലീസാണ്. മണ്ണുത്തി പോലീസ് ഈ പോലീസിന് വേണ്ടി പണം കവർന്നു കൊണ്ടുപോയ ഈ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുന്ന 20 ദിവസം കഴിഞ്ഞിട്ടാണ്. 20 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. പക്ഷെ ഇദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് വേറൊരു രണ്ടാം ഭാര്യയുണ്ട്. ഇത് പോലീസിൽ നിന്ന് കിട്ടിയ ഒരു വെർഷനാണ്. ആ വീട്ടിൽ ചെന്നു, 2 വീടും ചെന്ന് അവർ തപ്പി നോക്കിയപ്പോ 20 ദിവസം കഴിഞ്ഞിട്ട് ഈ പണമൊന്നും കിട്ടിയില്ല. അങ്ങനെ വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇയാള് റിമാൻഡിലാവുകയൊക്കെ ഉണ്ടായത്. അപ്പോ ഇയാള് പണം തട്ടിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഇടത് സഹയാത്രികൻ മിസ്റ്റർ റെജി ലൂക്കോസ് പറയണ്ടായി അദ്ദേഹത്തിനെ മർദ്ദിച്ചു എന്ന്. ഇത് 15 പേജുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ ഒല്ലൂരിന്റെ റിപ്പോർട്ടാണ്. അതില് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ ഈ ക്രിമിനലിനെ അവരുടെ ഹോൾഡ് ചെയ്യാൻ അത് നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തല്ല് കൊടുന്ന 2 പേര് ഇദ്ദേഹത്തിനെ ഞങ്ങളുടെ ഹോട്ടലിന് മുമ്പിലെ ഗ്രൗണ്ടിൽ തടഞ്ഞു നിർത്തിയത്. തടഞ്ഞു നിർത്താന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞിട്ടാ തടഞ്ഞു നിർത്തിയത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസിന്റെ അറിവിലേക്കായിട്ട് പറയാണ്. ദിനേശ് പുറത്തേക്ക് പോകുവാൻ നോക്കുന്ന സമയത്ത് അവർ അയാളെ തടഞ്ഞു നിർത്തുന്നതായും അപ്പോൾ കൂടെയുള്ള ആൾ സമീപത്തായി നിൽക്കുന്നതായും ആ സമയത്ത് പരാതിക്കാരന്റെ മകനായ പോൾ ജോസഫിക്ക് അവിടേക്ക് വരുന്നതായും പുറത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്ന ദിനേശിനെ എല്ലാവരും ചേർന്ന് തടഞ്ഞു നിർത്തുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ടെങ്കിലും ടിയാൻ ആരോപിക്കുന്ന പ്രകാരം ടിയാന്റെ വായിലേക്ക് ബിരിയാണി കുത്തിത്തിരുകുന്നതായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ്. ഇത് കമ്മീഷണർക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടാണ്. ശരി, ബിരിയാണി കുത്തിത്തിരുകുന്നു എന്നുള്ള ദൃശ്യങ്ങളില്ല, ശരിയാണ്. പക്ഷെ അവിടെ ഒരു സംഘർഷമുണ്ടല്ലോ ശ്രീ ഔസേഫ്. അത് പോലീസിന്റെ നിർദ്ദേശമാണ്. ഞങ്ങളോട് 5 മിനിറ്റിനുള്ളിൽ പോലീസ് വരും, നിങ്ങൾ അയാളെ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അദ്ദേഹത്തിനെ ഞങ്ങളുടെ 2 ജീവനക്കാര് അദ്ദേഹത്തിനെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവിടെ തടഞ്ഞു നിർത്തേണ്ടായത്. അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട തർക്കമാണോ യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങൾക്ക് അടിസ്ഥാനം? എന്താണ് പോലീസിനെ ഇത്രത്തോളം പ്രകോപിപ്പിച്ച് താങ്കളുടെ മാനേജറെയും താങ്കളുടെ ഡ്രൈവറെയും അടിക്കുന്നതിലേക്ക് നയിച്ച? ആ അടിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല, അത് ശരി തന്നെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിലെ സംഭവം? നിങ്ങൾ പണം കൊടുക്കുന്ന ദൃശ്യങ്ങളും താങ്കളുടെ വീടിന് പുറത്തുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയാണല്ലോ. 5 ലക്ഷമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്പം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ഹോട്ടലിലെ അടിപിടി കേസ് ഒതുക്കാൻ 5 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് സംഭവിച്ചത്? മാഡം, ഇതില് 5 ലക്ഷം കൊടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ 2 ജീവനക്കാരെ മർദ്ദിച്ച് പോലീസ് ലോക്കപ്പിലാക്കുന്നു. ശരി. അതോടൊപ്പം തന്നെ എന്റെ മകനെയും ബെൽറ്റ്, കണ്ണട, ചെരുപ്പ് ഇതെല്ലാം ഊരി മാറ്റിയിട്ട് അദ്ദേഹത്തിന് ഉന്തിത്തള്ളി പുറത്താക്കുന്നു. ഹോട്ടലിലെ ഷെഫിനെ വിളിച്ചു വരുത്തി അയാളെയും ഉള്ളിലാക്കുന്നു. എന്നിട്ട് പറയുന്നത് എന്ത് കാര്യത്തിനാണ് നിങ്ങൾക്കെതിരെ പരാതി? ഭക്ഷണവുമായി ബന്ധപ്പെട്ടല്ലേ? ഹോട്ടലിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടല്ലേ? അതായത് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇയാൾ ചെന്ന് പരാതി പറയുന്നു. അപ്പൊ ഇദ്ദേഹത്തിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പരാതി കൊടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറയുന്നു, ഞങ്ങൾ മെയിൽ കൊടുക്കുന്നു, ഞങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് കൊണ്ട് കൊടുക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവനക്കാരെ ചുമര് ചാരി നിർത്തി പിടിച്ച് ഇദ്ദേഹം ഇടിക്കുന്നത്. അപ്പൊ ഈ 3 പരാതികൾ ഞങ്ങൾ നിലനിൽക്കെ ഒരു പരാതിയെ കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഇതെല്ലാം നടത്തുന്നത്. എന്നിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നോട് പറയുന്നത്, അതായത് നീ അവരായിട്ട് സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ തന്നെ 15 മിനിറ്റുള്ള FIR നമ്പർ ഇട്ടാച്ചാൽ മതി. കമ്പ്യൂട്ടറിൽ കയറി നമ്പർ ഇട്ട് കഴിഞ്ഞാൽ FIR ആവും. നിങ്ങളെ 4 പേരെയും 15 മിനിറ്റിനുള്ള മെഡിക്കൽ നടത്തി. ഈ ബിരിയാണി കഴിക്കാനുണ്ടായിരുന്ന ആളുടെ കൂടെ ഒരു കുട്ടിയുണ്ട്, അത് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു പോസ്കോ വകുപ്പ് കൂടി ചേർത്ത് നിങ്ങളെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു 3 മാസം കിടക്കും. അങ്ങനെ നമ്മളെ സമ്മർദ്ദത്തിലാക്കി ഇവനോട് സെറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മൾ ഈ SIയോട് ചോദിക്കുന്നുണ്ട്, സാർ ഇത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പോഴാണ് ഈ അടിയതെല്ലാം നടക്കുന്നത്. ഞാൻ ഇതൊന്നും അറിയാതെ ഈ SIയോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ആള് ഈ ദിനേശിനെ മർദ്ദിച്ചിട്ടുണ്ട്, അവന്റെ കൊറനാക്കിലേക്ക്, അവന്റെ വായിന്റെ ഉള്ളിലേക്ക് ബിരിയാണി കുത്തി കയറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു.
അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ആ പ്രകോപനം ഉണ്ടാക്കിയത് ഈ പോലീസുകാരാണ്. ഞങ്ങളുടെ ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് SI എന്റെ അടുത്ത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്നു. അപ്പോ ഈ SI ഈ തൃശ്ശൂർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഈ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർ ചെയ്ത അസിസ്റ്റന്റ് കമ്മീഷണർ കൂട്ടിയാ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഔസപ്പേട്ട എനിക്ക് തെറ്റുപറ്റിപ്പോയി, പോലീസുകാരെന്നെ ചതിച്ചതാണ്, ഇങ്ങനെ നിങ്ങൾ ബിരിയാണി കുത്തിക്കയറ്റി എന്നൊക്കെ പറഞ്ഞ് എന്നെ പോലീസുകാർ ചതിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവരെ അടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നെ സംരക്ഷിക്കണം. എന്റെ 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 അച്ഛൻ വളരെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, ഞാൻ ആലപ്പുഴക്കാരനാണ്, എനിക്ക് എന്റെ വീട്ടിൽ പോകാത്ത സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മകന്റെ കാലയിൽ വീണിട്ടാണ് ഇയാൾ മാപ്പ് ചോദിച്ചത്. എന്നിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് പോകാനില്ല. താങ്കൾ ഈ ചെയ്തത് ഈ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്കെതിരെ ചെയ്ത ഈ അക്രമം ഒരു കാരണവശാലും പോലീസിന്റെ ആ നടപടിക്ക്, പോലീസിന്റെ നിയമവാഴ്ചയ്ക്ക് യോജിക്കുന്നതല്ല. അതുകൊണ്ട് താങ്കൾ അനുഭവിച്ചേ മതിയാവൂ. താങ്കൾ ഒരു കാരണവശാലും പോലീസ് ഫോഴ്സിൽ ഉണ്ടാകാൻ പാടില്ല. താങ്കൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകും. ഞാൻ അദ്ദേഹത്തിന് രതീഷ് ഈ ഈ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നിങ്ങളുടെ ഭാഗം കേൾക്കേണ്ടതില്ല എന്ന് തോന്നാൻ, ആ വൈരാഗ്യമുണ്ടാകാൻ കാരണം എന്താണ്? ഇപ്പോൾ രണ്ട് കൂട്ടരുടെ തർക്കമാണല്ലോ, അതിൽ ഇടപെടുമ്പോൾ പോലീസ് പൂർണ്ണമായും അപ്പുറത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് കേൾക്കുന്നു എന്ന് വരുന്നതിന് കാരണം യഥാർത്ഥത്തിൽ എന്താണ്? അങ്ങ് നേരത്തെ ഒരു പ്രതികരണം നടത്തിയായി കണ്ടു, വേറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധു എന്തോ താങ്കളുടെ കടയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചെന്നോ എന്നോ മറ്റോ. ഇതെന്താണ്? ഇതെല്ലാം കൂടെ ചേർത്ത് പല കഥകളാണല്ലോ. വിഷയം ഉണ്ടാകുന്നതിന്റെ മാഡം 3 മാസം മുമ്പാണ്. അതായത് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് പർച്ചേസ് ചെയ്യുന്നു. ഒരു 2 ബാഗിൽ നിറയെ സാധനം എടുത്തിട്ട് 20 രൂപയുടെ ഒരു ചായയും കുടിച്ചിട്ട് ഇറങ്ങി പോകുന്നു. ഞങ്ങളുടെ സ്റ്റാഫ് പോയിട്ട് ഇവരെ പിടിച്ചോണ്ട് വരുന്നു. അപ്പൊ പിടിച്ചോണ്ട് വന്ന് ഓഫീസിലിരുത്തി. ഞാനിപ്പോ ഇതേ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, 1 മിസ്റ്റർ ഷുക്കൂർ. അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് പറയുന്നു, അദ്ദേഹം ജീപ്പ് എടുത്തിട്ട് ഗ്രേഡ് SI ഒരു ജയേഷിനെ കൂട്ടി വരുന്നു. അപ്പോ അവിടെ 10-40 പേരുണ്ട്. ഈ സ്ത്രീ ഒരു 9,660 രൂപയുടെ സാധനമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടറും ഈ ജയേഷും കൂടി വന്നു കഴിഞ്ഞപ്പോ ഈ സ്ത്രീനെ കണ്ടപ്പോ ഈ ഗ്രേഡ് SIയുടെ പെങ്ങളുടെ മകളായിരുന്നു. അപ്പോ വേഗം ഷുക്കൂർ എന്നോട് പറയാണ്, ഔസുപേട്ട ക്ഷമിക്കണം, നമുക്കിത് കേസാക്കല്ലേ, ഈ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അങ്ങനെ ഈ ഷുക്കൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഇടപെട്ട് അതെന്നോട് മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പരാതിക്കൊന്നും പോയില്ല. ഞങ്ങളുടെ വണ്ടി തന്നെ ഈ സ്ത്രീനെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കണ്ടായി. അപ്പൊ 10-40 പേര് രാഷ്ട്രീയക്കാരും അവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ മുമ്പിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. അപ്പോ അതില് ഉള്ള ഒരു വൈരാഗ്യം ഈ ജയേഷനുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ പീച്ചി പോലീസായിട്ട് ഞങ്ങൾ 25 വർഷമായിട്ട് ബിസിനസ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ പോലീസുകാരായിട്ട് നാളെ വരെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് ഈ പോലീസിലെ ഈ രതീഷിനെ കുറിച്ചുള്ള ചില പുഴുക്കുത്തുകളെ കുറിച്ചുള്ള ആക്ഷേപം അല്ലാതെ 25 വർഷമായിട്ട് ബിസിനസ്സിലുള്ള ജയേഷ് എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇപ്പോൾ താങ്കളുടെ ഡ്രൈവറെയും മാനേജറെയും അടിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം വന്ന് ഈ തുടക്കത്തിൽ തന്നെ ഈ SHOനെ വന്ന് ബ്രീഫ് ചെയ്യുന്നുണ്ട്. അയാൾ എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് CCTVയിൽ ഹിയർ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം വന്ന് ഇയാളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം മഹേഷ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ മഹേഷ് ഈ CCTVയുടെ എല്ലാ ഡീറ്റെയിൽഡ് നോക്കുമ്പോ ഈ പണം വാങ്ങിച്ചു വന്ന് അവനോട് പറയുന്നുണ്ട്, നിനക്ക് 5 ലക്ഷം രൂപ നിനക്ക് കിട്ടിയില്ലേ, നീ ഇത് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം, ഇത് കള്ളപ്പണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ചെക്ക് ചെയ്ത് പിടിക്കും എന്ന് പറഞ്ഞ് ഇവനെ കെട്ടിപ്പിടിക്കുകയോ ഇവനെ ഹഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്, ഷെയ്ക്ക് കൊടുക്കുകയോ വളരെ സന്തോഷത്തോടുകൂടി 5 ലക്ഷം ഷെയർ ചെയ്തു എന്നാണ് പറയുന്നത്. 5 ലക്ഷം കിട്ടിയില്ലേ, പോകുമ്പോ സൂക്ഷിക്കണം, ഹൈവേയിലൂടെ പോകുമ്പോ സൂക്ഷിക്കണം, 5 ലക്ഷം ഒക്കെ വല്ല ഉദ്യോഗസ്ഥന്മാർ ചെക്കിങ്ങിനുള്ളവർ പിടിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്ന് ഇവർ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഈ 5 ലക്ഷം രൂപ ആർക്കാണ് കിട്ടിയിരിക്കുന്നത് ശ്രീ ഔസേപ്പ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഒരു മിനിറ്റ്. 5 ലക്ഷം രൂപ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് 3 ലക്ഷം പോലീസിലെ SIക്കും പോലീസുകാർക്കും, 3 ലക്ഷം SIക്കും പോലീസുകാർക്കും, 2 ലക്ഷം ഇവന് ഈ ദിനേഷിന്. ഈ 2 ലക്ഷം എന്തിനാണെന്ന് വെച്ചാൽ ഇവന്റെ സിസ്റ്റർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ബില്ല് പേ ചെയ്ത് വരണമെങ്കിൽ ഇവന് ഈ 2 ലക്ഷം രൂപ വേണം. അപ്പൊ അങ്ങനെ 5 ലക്ഷം വേണം എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ബാർഗൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവൻ അതിലൊന്നും ബില്ലിങ് ആവുന്നില്ല. അവന്റെ വണ്ടിയിലെ 15 ലക്ഷം രൂപ വരുന്ന ബ്രീസ എന്ന് പറഞ്ഞ കാറിൽ അവൻ ഡ്രൈവ് ചെയ്യുന്നു. അവന്റെ കൂടെ ഞാൻ പോകുന്നു, എന്റെ വീട്ടിൽ ചെല്ലുന്നു. ഞാന് CCTVയിൽ ഒരു 6 മണി സമയമാണ്, ലൈറ്റ് വിട്ട് CCTVയുടെ നടുവിൽ ഇവനെ ഇരുത്തി, എന്റെ കസേരയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ വീടിന്റെ ഉള്ളിൽ നിന്ന് പണം എടുത്ത് ഇവന് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് 8 കെട്ടാണ് കൊടുക്കുന്നത്, 50,000ന്റെ കെട്ട്. CCTVയിൽ കൃത്യമായിട്ട് അത് കാണാം. അങ്ങനെ 8 കെട്ട് കൊടുത്ത് 4 ലക്ഷം കൊടുത്തിട്ട് ഞാൻ ഇവനോട് ബാർഗൈൻ ചെയ്യുന്നു, 4 ലക്ഷം പോരെ, നീ അത് കുറച്ച് താന്ന് പറയുമ്പോ ഒരു കാരണവശാലും പറ്റില്ല ഔസപ്പേട്ട, എനിക്ക് 5 തന്നെ കിട്ടണം. 5 ലക്ഷവും വാങ്ങിച്ച് അവൻ കൈകൂപ്പി എനിക്ക് ഒരു സെൽഫി കൂടി എടുത്തിട്ടാ പോണേ. നമ്മൾ പോലുള്ള പ്രശ്നം തീർന്നു. എന്നിട്ട് ഈ പണമായിട്ട് അവൻ നേരെ സ്റ്റേഷനിൽ ചെല്ലുന്നു. ആ വണ്ടിയിൽ പണം ലോക്ക് ചെയ്തിട്ട് SI രതീഷിന്റെ അടുത്ത് ചെന്ന് പറയാണ്,
അത് നല്ല മുതലാളിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ സാറ് പറഞ്ഞ മാതിരി അയാളെല്ലാം പാലിച്ചു, എല്ലാം സെറ്റ് ചെയ്തു എന്ന് പറയാണ്. അപ്പൊ പണം വണ്ടിയിൽ ലോക്ക് ചെയ്തിട്ടാണ്. എന്നിട്ട് ഇപ്പൊ അയാൾ പറയുന്ന വെർഷൻ പോണ വഴിയിൽ വേറെ ആരോ തടഞ്ഞു നിർത്തി ഇയാളുടെ നിന്ന് പണം മേടിച്ചുകൊണ്ടുപോയെന്ന്. അങ്ങനെയാണ് ഇയാൾ SI രതീഷിനോട് പറയൂല്ലോ. SI രതീഷ് ഇയാളോട് സെറ്റ് ചെയ്യാൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഇയാളോട് സംസാരിക്കുകയും ഇയാളുടെ വണ്ടിയിൽ ഞാൻ കയറി പോവും, എന്റെ വീട്ടിൽ CCTVയുടെ മുൻവശത്ത് വെച്ച് കൊടുത്തത് അതെന്റെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. എന്റെ ഹോട്ടലിന്റെ, എന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ വരുമാനത്തിൽ നിന്നാണ് ഈ 5 ലക്ഷം രൂപ എടുത്തു കൊടുത്തത്. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും അങ്ങ് കൂടുതൽ പരാതിക്കൊന്നും പോയില്ല എന്നാണോ? ഞാൻ 2 കൊല്ലവും, അതായത് 23 മെയ് മാസത്തിന് ശേഷം ഇന്നലെ വരെ ഞാൻ എല്ലാ ദിവസവും 3-4 മണിക്കൂറും ഈ ഫയലിന്റെ മാഡം ഈ ഫയലിന്റെ പുറകിലാണ്. വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, DGP, മുഖ്യമന്ത്രി, അങ്ങനെ വേണ്ട എല്ലാവിധ ഏജൻസികളും. എന്റെ ഒരു ഗോദറേജ് ഷെൽഫ് നിറയെ ഫയലുകളാണ്. ഞാൻ എനിക്ക് ഇപ്പോ നീതി കിട്ടിയത് വിവരാവകാശ കമ്മീഷൻ, സ്റ്റേറ്റ് വിവരാവകാശ കമ്മീഷൻ എന്നാണ് നീതി കിട്ടിയത്. ഇവിടെ നമുക്കൊരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, അത് നോക്കുകുത്തിയാണ്. അവിടെ 1 കൊല്ലമായിട്ട് ഞാൻ ഈ CCTV പിടിച്ചെടുക്കാൻ ചെന്നിട്ട് ഒന്നും ഉണ്ടായില്ല. CCTV കിട്ടിയതിന് ശേഷം ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ മെമ്പറായിരുന്ന ബീന മാഡത്തിന് ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. ഈ CCTV കാണിച്ചു കൊടുത്തു, 1 കൊല്ലം മുമ്പ് കാണിച്ചു കൊടുത്തു, എനിക്ക് കിട്ടിയ ഉടനെ കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു ഔസപ്പ ഇത് ഭയങ്കര ക്രൂരമായിരിക്കണല്ലോ, ഇതൊന്നും നശിപ്പിച്ച് കളയാനല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു മാഡം സുപ്രീം കോടതി ഓർഡർ പ്രകാരം സുവമോട്ടോ കേസ് എടുക്കാലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കേസ് എടുക്കാലോ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട കോടതിയോട് കേസ് എടുക്കാൻ നിങ്ങൾക്ക് ഓർഡർ ഇടാലോ. അപ്പോ അങ്ങനെ 2 ഹിയറിംഗിൽ ഇവർ പറഞ്ഞല്ലാതെ അത് കഴിഞ്ഞ് ഇവര് റിട്ടയർ ആവുന്നു. പിന്നെ ഇപ്പോ പ്രസന്റ്ലി ഒരു ഗീതാ മാഡം ഉണ്ട്, ഗീതാ മാഡത്തിന്റെ അവിടെ 2 സിറ്റിംഗ് കഴിഞ്ഞു, അവിടെ ഞാൻ ഈ CCTV കാണിച്ചു കൊടുത്തു. ഈ സോകോൾഡ് ഇപ്പോ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന രതീഷും അന്ന് ഈ വിചാരണയ്ക്ക് വന്നിരുന്നു. അത് വിചാരണ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും രാമനിലയത്തിൽ വെച്ച് ഇദ്ദേഹം എന്റെ കാല് പിടിച്ചു, ഔസപ്പെട്ട എന്നെ രക്ഷിക്കണം, എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, ആലപ്പുഴയിൽ പാവപ്പെട്ടവനാണ്, എന്റെ അച്ഛൻ ഒരു ആശാരിയാണ്, എനിക്ക് വീട്ടിൽ പോകാൻ ഗതികേടാണ്, എന്നെ രക്ഷിക്കണം. ഞാൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ താങ്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, താങ്കൾക്ക് തരുമെന്ന് പറഞ്ഞ് മേടിച്ച 3 ലക്ഷം താങ്കളും താങ്കളുടെ സ്റ്റേഷനിലെ 5 പോലീസുകാരും കൂടിയാണ് വീതം വെച്ചെടുത്തിരിക്കുന്നത്. 5 1 6, നിങ്ങൾ 6 പേരും കൂടി ആ 3 ലക്ഷം രൂപയും ബാക്കി 2 ലക്ഷം രൂപ കൊണ്ടുപോയതിനെ നിങ്ങൾ പോലീസിലെ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ 2 ലക്ഷം രൂപയും വാങ്ങിച്ചെടുക്കണം. ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് OP കൊടുത്തു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതൊരു തമാശ കളിയല്ല. ഞാൻ പോലീസിന്റെ എൻക്വയറി പ്രോപ്പർ അല്ല എന്ന് തോന്നി ആദ്യം മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു. ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി SI രതീഷ് ഉൾപ്പെട്ടുകൊണ്ട് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി 20 ദിവസം കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിൽ ചെല്ലുന്നത്. മാഡം 5 ലക്ഷം രൂപ 20 ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്രിമിനലിന്റെ വീട്ടിൽ നിന്ന് കിട്ടൂല. ഈ 20 ദിവസം കഴിഞ്ഞ് നിന്ന് കിട്ടൂല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് കമ്മീഷണർക്ക് പരാതി കൊടുത്തപ്പോ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുത്തു. 3 ദിവസമായിട്ട് ഞങ്ങൾ 7 പേര് മൊഴി കൊടുത്തു. ഈ SIക്കെതിരെ കൃത്യമായിട്ട് ഞാൻ മൊഴി കൊടുത്തേക്കണാണ്. SI തല്ലിയതും ഇടത്തെ മുഖത്ത് അടിച്ചതും വലത്തെ മുഖത്ത് അടിച്ചതും എല്ലാം ഞാൻ കൃത്യമായിട്ട് എനിക്ക് അസിസ്റ്റന്റ് കമ്മീഷണർ തന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൊഴി കൊടുത്തതാണ്. ഞങ്ങൾ 7 പേര് മൊഴി കൊടുത്തിട്ട് ഈ മൊഴികൾ ഒന്നും തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് KA തോമസ് ഇപ്പൊ എറണാകുളത്ത് DYSP വിജിലൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്നോട് മറ്റു ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇയാൾ ഒരു അപ്പറേറ്റ് ഓഫീസറാണ്, നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം ഞങ്ങൾ 7 പേര് കൊടുത്ത മൊഴിയിൽ ഒരു മൊഴി പോലും ഹാജരാക്കാതെ ഇദ്ദേഹം കുറ്റപത്രം കൊടുത്തു. ആ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ മൊഴികളിൽ ഒരെണ്ണമെങ്കിലും നോക്കിയിരുന്നെങ്കിൽ ഈ രതീഷിനെ പ്രതിയാക്കണം, അത് ചെയ്തില്ല. അപ്പോ അദ്ദേഹം ഈ DYSP KA തോമസും ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ നോക്കി. അതുകൊണ്ടാണ് ഞാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് OP ഫയൽ ചെയ്തു ഹൈക്കോടതിയിൽ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് OP ഫയൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ CCTV പുറത്തുവിടാതിരുന്നത്. അതിലിപ്പോ കഴിഞ്ഞ മാസമാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. അതില് ഇവിടുത്തെ ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലാ കോടതിയോട് പുനരന്വേഷണം നടത്തണം. ഇത് എന്നെ കേട്ടിട്ട് അതിൽ വേണ്ട നടപടി എടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്നെ കേട്ട് പുനരന്വേഷണത്തിന് ആ FIR ക്വാഷ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ക്വാഷ് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ട് പുനരന്വേഷണത്തിന് ഓർഡർ ഇട്ടിരിക്കുകയാണ്. എനിക്ക് ഓർഡർ 2-3 ദിവസങ്ങളിൽ കിട്ടും. അപ്പോ ഞങ്ങള് ഇപ്പൊ 20-25 വർഷമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഞാനൊരു കേന്ദ്ര സർക്കാരിലെ FACT-യിലും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിലും ഞാൻ ടൈറ്റാനിയത്തിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാനൊരു അസിസ്റ്റന്റ് മാനേജറായിട്ട് 20 വർഷം മുമ്പ് ജോലി രാജിവെച്ച് ബിസിനസ്സിൽ വന്ന ഒരാളാണ്. ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ബിസിനസ് നടത്തുന്നവരാണ്. ഞങ്ങള് ഇങ്ങനെ ഒരാള് ഈ ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രീ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹം കുറ്റിപ്പുറത്തിരുന്ന ഹോട്ടലിൽ നിന്ന് ഇയാൾക്ക് സ്വഭാവദോഷം കൊണ്ട് പിരിച്ചുവിട്ട ആളാണ്. ആ ഹോട്ടലിനെ ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപ വാങ്ങിച്ചു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കളക്ട് ചെയ്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് ഹാജരാക്കി. ഇവന്റെ പ്രീ ഹിസ്റ്ററി പരിശോധിക്കണം. ഇവൻ 2 ഹോട്ടലിൽ പ്രശ്നം ഉണ്ടാക്കി പോന്ന ആളാണ്. അപ്പൊ ഇവന്റെ പ്രീ ഹിസ്റ്ററി പരിശോധിക്കണം. ഇപ്പോ അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ, ഈ ദിനേശിന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അത്രയും പാവപ്പെടാം. അവന് 6-7 ടെമ്പോ
ഹയർ ചെയ്ത് അവിടെ വാടകയ്ക്ക് കൊടുക്കുന്ന വണ്ടാഴിയില് ഒരു വലിയ ബിസിനസ് നടത്തുന്ന ഒരാളാ, ചില്ലറക്കാരനല്ല. 15 ലക്ഷം രൂപയുടെ വണ്ടിയിൽ, അവന്റെ വണ്ടിയിലാണ് എന്നെ വീട്ടിൽ കെട്ടിക്കൊണ്ട്. അവനെ ഞാൻ പറ്റിച്ചു എന്നാ പറഞ്ഞേ. പറ്റിച്ചതല്ല മാഡം, കറക്റ്റ് ആയിട്ട് തന്നെയാണ്. ഞാൻ പണം കൊടുത്തത് എന്റെ വീട്ടിൽ വെച്ച് CCTV അടിയിൽ വെച്ച് കൊടുത്തത് ഞാൻ നിയമപരമായിട്ടൊരു സുരക്ഷയ്ക്ക് വേണ്ടിയാ ചെയ്തത്. ശരി, ഞാൻ തീർച്ചയായിട്ടും ഇവൻ എന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചത് നിയമപരമല്ല, ഇത് മേടിച്ച പണം തിരിച്ചു കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തത്.